നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചെറിയുള്ളി ഫ്രൈ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു 300 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടാൻ പോവാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ എടുത്തിരിക്കുന്ന മീനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അതും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ പൊടികളെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അരിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ചെമ്മീൻ വറുത്ത് കോരി മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടാവും ചെറുതാക്കി അരിഞ്ഞത്. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 10-25 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ സവാള വെച്ചും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി തന്നെ ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവുള്ള പൊടിയാണെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എരിവ് കുറവായ കാരണം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും മതിയാവും. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം.